വിഷാദം സ്ഥിരമായ മാനസിക വൈകല്യമല്ലെന്ന് ഹൈക്കോടതി. ചില സ്ത്രീകളിൽ വിഷാദം സാധാരണമാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ വിട്ടുനൽകാനാവില്ലെന്ന കുടുംബ കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. 1.5 വയസ്സുള്ള മകളെ വിട്ടുകൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സേതു ചേരുന്നു. ഷപ്ന, വിവരങ്ങൾ. സേതുലക്ഷ്മി, പ്രസവാനന്തര വിഷാദം ചില സ്ത്രീകളിൽ സാധാരണമാണ്. ഇത് പലപ്പോഴും താൽക്കാലിക അവസ്ഥയാണെന്ന ശാസ്ത്രീയ പഠനങ്ങളുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒരു കുഞ്ഞിനെ, അതായത് 1.5 വയസ്സുള്ള കുഞ്ഞിനെ അച്ഛന്റെ സ്ഥിരം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കുടുംബ കോടതി ഉത്തരവിനെതിരെ യുവതി നൽകിയ ഹർജി അനുവദിച്ചാണ് ഡിവിഷൻ ബെഞ്ച് ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അമ്മയ്ക്ക് 1.5 വയസ്സുള്ള മകളെ വിട്ടുകൊടുക്കാനും കോടതി നിർദ്ദേശം നൽകി. മകളെ പിതാവിന്റെ സ്ഥിരം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കുടുംബ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. കുഞ്ഞിന് ജന്മം നൽകിയതിന് തൊട്ടു പിന്നാലെ അമ്മയ്ക്ക് പ്രസവാനന്തര വിഷാദ രോഗമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മെഡിക്കൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കുടുംബ കോടതി മകളെ പിതാവിന്റെ സ്ഥിരം കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത് ഉത്തരവായത്. എന്നാൽ പ്രസവാനന്തര വിഷാദം ചില സ്ത്രീകളിൽ സാധാരണമാണെന്ന്, ഇത് സ്ഥിരമായി തുടരുന്ന സാഹചര്യമല്ലെന്നും പഠനങ്ങളുണ്ട്. ഇത്തരം പഠനങ്ങളൊന്നും വിലയിരുത്താതെയാണ് കുടുംബ കോടതിയുടെ ഉത്തരവ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഇപ്പോഴും പ്രസവാനന്തര വിഷാദം ഉണ്ടെന്നും കുട്ടിയെ മുലയൂട്ടാൻ പോലും അമ്മ തയ്യാറല്ലെന്നുമായിരുന്നു അച്ഛന്റെ വാദം. എന്നാൽ കോടതി മെഡിക്കൽ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ സ്ത്രീക്ക് ഇപ്പോൾ മാനസികമായ പ്രശ്നങ്ങളില്ല, ഇതൊരു താൽക്കാലികമായ അവസ്ഥയായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയും തുടർന്ന് കുട്ടിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ ഉത്തരവാകുകയും ചെയ്തു. ശരി ഷപ്ന.